ഈ അടുത്ത കാലത്ത് ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മണർകാട് ഇടവക അംഗമാണ്. അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ മലങ്കര സഭയിലെ മക്കൾക്ക് നൽകുന്നുണ്ട്. കഴപ്പെന്ന് പറഞ്ഞതിന് ടോണിക്ക് വിഷമുണ്ടെങ്കിൽ ഞാനത് പിൻവലിച്ച് ക്ഷമ പറയുന്നു. കുത്തിക്കഴപ്പെന്നുള്ളത് അവരുടെ കഴപ്പ് തുപ്പിയിട്ട് നിന്റെ കാരണത്ത് അടിച്ചിട്ട് നിന്നെ ഇറക്കി പോയില്ലടാ. നീ തന്നെയല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെ. പന്നിയുടെ മോനെ, നിനക്ക് നാണമില്ലടാ. നീ എന്തോ തേങ്ങ പറയാനാ വരുന്നത്? നിന്റെ മകൻ എടാ പന്നി, എടാ വെറും പട്ടിക്കുണ്ടായവനെ, നിന്റെ മകൻ 15 വയസ്സുള്ള നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയില്ലേടാ പട്ടിയുടെ മോനെ. നീ എനിക്കിട്ടുണ്ടാക്കാണ്. നീ പോയി റൂമിട പട്ടി, നീ പോയി റൂമിട്. എടാ എന്റെ ഒരു ഗുഹ്യരോമം പറിച്ച് ഞാൻ നിനക്ക് തരും. നീ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെച്ച് ദിവസവും വിളക്ക് വെക്ക്. അതേ നിനക്ക് പറ്റുള്ളൂ. നിന്റെ വീഥിയാണത്. വരത്തില്ലെന്നേ. അവൻ അധകൃതൻ ചാളെ കിടക്കുന്നവൻ. പുള്ളിക്ക് ഇത് കേൾക്കാതെ പുള്ളിക്ക് ഉറക്കം വരില്ല. എല്ലാ ദിവസവും പുള്ളി ഗ്രൂപ്പിട്ടിട്ട് കേൾപ്പിക്കില്ല. അവൻ കറക്റ്റായിട്ട് ഇവിടെ വന്ന് എന്റെ തെറി കേട്ടു പോകും. അവൻ അതാണ്. അവന്റെ ഭാര്യ വേറെ ആളുകളുടെ മൂത്രം കുടിച്ചോണ്ടിരിക്കും. പട്ടിയുടെ മോൻ, പന്നിക്കുണ്ടായനെ. തീട്ടം തിന്നുന്നവനായിരുന്നെന്ന് അവിടെ പറയുന്നുണ്ട്. പന്നിയുടെ മോൻ. കൊടുത്തീട്ടം അവനെ എരുമേലിയിലെ കൊടുത്തീട്ടം കോളനിയിലെ ഒരു അന്തേവാസിയായിരുന്നു. തന്റെ നല്ല നോക്കാതെ അവിടെ ഓടിപ്പോവാനാണ്. അവൻ തീട്ട എടോ ഗ്യാസ് ഏജൻസീസിലെ വെള്ളിയാഴ്ച കളക്ഷൻ മുങ്ങി. അപ്പൊ ഈ പീഡിയത്തിന്റെ എടാ പോടാ തെണ്ടി നായിന്റെ മോനെ, നീ പോടാ പീഡിയക്കാരെ. നീ മണ്ണാട് പോയി കിടക്കടാ പട്ടിയുടെ മോനെ. ഓ നിന്റെ തന്റെ പേര് നിനക്കറിയാവടാ. എനിക്ക് കേൾക്കാം. കേക്കാം. എനിക്ക് മാത്യു ചേട്ടനോട് ഷിബു ചേട്ടനോട് ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ ചേട്ടന്മാര് ഈ ആളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോൾ അടിക്കാതെ സെബാസ്റ്റ്യൻ പുന്നക്കല് അടുത്ത വെള്ളിയാഴ്ചയും ഡിബേറ്റ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അതാണ് നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ചെയ്യേണ്ടത്. സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ. അന്ന ആൺകുട്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതൊക്കെ വന്നിപ്പോ ചെയ്യാൻ പറ്റുമോ? അന്നയ്ക്ക് താല്പര്യമുണ്ടോ? ഇപ്പൊ വൃത്തിയായിട്ട് പറയാം, ഇറങ്ങിപ്പോ. ഡോൾബി മാമിയ. അദ്ദേഹം ആഴത്തിലുള്ളതായ പഠനങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ചും സുറിയാനി സഭയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും ഒക്കെ പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നിന്ന് അതൊക്കെ നിങ്ങളിൽ ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക, അവൻ വെറുമലവലാദിയാ. യഹോവാ പിശാച തിരിച്ചറിഞ്ഞിടുക, അവനൊരു പർവ്വത ദേവനാ. ഒന്നുമില്ല, അവന്റെ കുത്തിക്കഴപ്പ് തന്നെയാ. കഴപ്പെന്ന് പറഞ്ഞതിന് ടോണിക്ക് വിഷമുണ്ടെങ്കിൽ ഞാനത് പിൻവലിച്ച് ക്ഷമ പറയുന്നു. കുത്തിക്കഴപ്പെന്നുള്ളത് അവരുടെ കഴപ്പ് തന്നെയാണ് ഞാനും പറയുന്നത്. അവരുടെ കഴപ്പ് തന്നെയാ. പക്ഷെ അത് സമുദായത്തിന്റെ അല്ല, ആ പറഞ്ഞ വ്യക്തികളുടെ കഴപ്പാണ് ഞാൻ പറയുന്നത്. ചുമ്മാ ഊളയൊക്കെ അവന്റെ ഒക്കെ കുത്തിക്കഴപ്പ് ഇവിടെ വന്ന് നിരത്തന്റെ അവനൊക്കെ ഇവിടെ ക്ലബ് ഹൗസ് ഒക്കെ വന്ന് ആളറിയാൻ നിർത്തുമെന്ന് വെച്ച് കഴപ്പ് കാണിക്കുന്നു. ഇവരെയൊക്കെ എടുത്ത് നിർത്തും. മനസ്സിലായോ? തീട്ടം തിന്ന് നടന്നവനൊക്കെ ചോറ് തിന്നാൻ തുടങ്ങിയപ്പോ കുത്തിക്കഴപ്പ് കയറിയിട്ട് ക്ലബ് ഹൗസിൽ കിടന്ന ആളാകും. ഒരു കാര്യം തന്നെ യേശാസ് എഴുതിക്കോട്ടെ. ഇപ്പൊ ഞാനിപ്പോ പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാട്ടിതാ. കുണ്ടി കണ്ടല്ലോ ഇസ്രായേലിൻ ദൈവത്തിൻ കുണ്ടി കണ്ടല്ലോ ഇസ്രായേലിൻ ദൈവത്തിൻ കുണ്ടി കണ്ടല്ലോ. പറയുടെ പിളർപ്പിൽ കുണ്ടി കാണിച്ച ഇസ്രായേലിൻ ദൈവത്തിൻ ആരാധന. പക്ഷെ എനിക്കിപ്പോ ഈ ഇടയായിട്ടുള്ള പരിപാടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് കാര്യം എനിക്ക് പറയാനൊക്കെ തോന്നിയത് ഇപ്പൊ പറഞ്ഞില്ലേ ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നി. പറയാനുള്ള ഒന്നുള്ളൂ, പന്ന കടുവറ മോനെ ഇനി മേലെ പാസ്റ്റർ എന്നുള്ളത് വേനു മുമ്പിലിട്ട പോരാടി പോലെ നിന്റെ അണ്ടിയാൻ നിന്റെ മാർക്കറ്റ കടുവറ പോലെ